ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ യാത്ര തമിഴ്നാട്ടിലെ ഈറോഡ് ജില്ലയിലെ ഗോപിച്ചെട്ടിപ്പാളയം എന്ന സ്ഥലത്തേക്കാണ് എത്തിയിട്ടുള്ളത്. തമിഴ്നാട്ടിലെ നമ്മുടെ 6ാമത്തെ ജില്ലയിലെ വീഡിയോയാണിത്. ഇതുവരെയുള്ള സപ്പോർട്ട് തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നെൽപ്പാടങ്ങൾ കൊണ്ട് സമ്പന്നമായ ഗ്രാമപ്രദേശങ്ങളാണ് ഗോപിച്ചെട്ടിപ്പാളയത്തും പരിസര പ്രദേശങ്ങളിലും കാണാൻ സാധിക്കുന്നത്. വിശാലമായ വയലിന് നടുവിലൂടെയുള്ള മനോഹരമായ റോഡിലൂടെ രാവിലെയുള്ള കാഴ്ചകളാണിത്. റോഡിൻ്റെ ഒരു വശത്തായി റോഡിനോട് ചേർന്ന് തന്നെ ഒരു കനാലും ഒഴുകുന്നത് കാണാം. പിന്നെ മറ്റൊരു മനോഹരമായ കാഴ്ച എന്തെന്നാൽ റോഡിന് വശത്തായി ചെറുതും വലുതുമായി നിരനിരയായി നിൽക്കുന്ന കരിമ്പനകൾ, പഞ്ഞിക്കെട്ട് പോലെയുള്ള മേഘങ്ങളും നീലാകാശവും പ്രദേശത്തെ ഭംഗി കൂട്ടുന്നു. റോഡിലൂടെ പോകുന്ന വാഹനത്തിൽ നിന്നും വീഡിയോ എടുക്കുന്നത് കണ്ട് കൈവീശി കാണിക്കുന്നതും കാണാം. കോയമ്പത്തൂരിൽ നിന്നും 80 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാലാണ് ഇവിടെ എത്തിച്ചേരാൻ കഴിയുന്നത്. ഇവിടുത്തെ ഹൈലൈറ്റ് എന്നത് വയലിന് നടുവിലൂടെയുള്ള വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന ഈ റോഡ് തന്നെയാണ്. ഈ പച്ചപ്പിനിടയിൽ കൂടെ ബസ്സുകളും മറ്റു വാഹനങ്ങളും സഞ്ചരിക്കുന്നത് കാണാൻ തന്നെ മനോഹരമാണ്. റോഡിനോട് ചേർന്നുള്ള മണ്ണിട്ട വഴിയിലൂടെ പോയാൽ കരിമ്പനകളും കനാലും പാടങ്ങളുമൊക്കെ കാണാം. ഈ മനോഹരമായ റോഡിലൂടെ അല്പദൂരം സഞ്ചരിച്ചു. ദൂരെയായി കാണുന്നത് പശ്ചിമഘട്ട മലനിരകളാണ്. കിലോമീറ്ററുകളോളം നീണ്ടുകിടക്കുകയാണ് ഈ പാത. റോഡിൽ നിന്നും വയലിലെ മനോഹരമായ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് നടന്നു. നടുവിലൂടെ ഒരു വരമ്പും ഇരുവശങ്ങളിലും 2 ചെറിയ ചാലുകളും എല്ലാ കണ്ടങ്ങളിലേക്കും വെള്ളത്തിനെ തിരിച്ചു വിടുന്നതിനാണിത്. ഇലകൾ കൊഴിഞ്ഞ് കൊമ്പും ചില്ലകളും മാത്രമായി ഒറ്റപ്പെട്ടു നിൽക്കുന്ന ചെറുമരത്തിനുള്ളിലൂടെ ഉദിച്ചു വരുന്ന സൂര്യനെ കാണാം. വയലും വെള്ളച്ചാലും ദൂരേക്ക് നീണ്ടുകിടക്കുകയാണ്. കനാലിന്റെ വരമ്പിന് മീതെ ചെറുകൂട്ടം ഉയരം കുറഞ്ഞ കരിമ്പനകളൊക്കെ നിൽക്കുന്നതും പുറകിലെ വയലും കാണാം. അവിടെ നിന്നും മറ്റൊരു ഉൾപ്രദേശത്തേക്ക് വന്നാൽ കാഴ്ചകൾ ഇതാണ്. പൂട്ടിയ കണ്ടവും കനാലിന് മീതെ നിൽക്കുന്ന കരിമ്പനകളും ഒരു വശത്തായി നിരനിരയായി നിൽക്കുന്ന തെങ്ങുകളും. ഡാമിൽ നിന്നും കനാലിലൂടെ ഒഴുകുന്ന വെള്ളമാണ് കർഷകർ ആശ്രയിക്കുന്നത്. ധാരാളമായി വാഴകൃഷിത്തോട്ടങ്ങൾ ഈ പ്രദേശങ്ങളിൽ കാണാൻ കഴിയും. കനാലിന് മീതെയുള്ള വരമ്പിലൂടെ മുന്നോട്ട് നടന്നു. നല്ല രീതിയിൽ ചൂടും അതിനോടൊപ്പം തന്നെ നല്ല കാറ്റും കിട്ടുന്നുണ്ട്. തൊട്ടപ്പുറത്തെ കണ്ടം ഡ്രൈ ആയി കിടക്കുന്നതിനാൽ നല്ല രീതിയിൽ ചൂടടിക്കുന്നുണ്ട്. കനാലിലെ വെള്ളമല്ലാതെ കിണറുകളും ബോർവെല്ലും ഇവിടെ കാണാം. ധാരാളം വെള്ളം ആവശ്യം വരുന്ന നെൽകൃഷിക്കും മറ്റും ഡാമിലെ വെള്ളത്തിലെ തന്നെ ആശ്രയിക്കേണ്ടി വരും. വയലിന് അരികിലായി നിരനിരയായി നിൽക്കുന്ന തെങ്ങുകളുടെ കാഴ്ചയാണിത്. പുറകിലായി വലിയ വാഴത്തോട്ടവും കാണാം. ഇവിടെ കാണുന്ന വെള്ളക്കെട്ട് ഒരു കനാലാണ്. അടിഭാഗത്തുകൂടെ പൈപ്പിട്ട് അപ്പുറത്തേക്ക് വെള്ളത്തിനെ എത്തിക്കുന്നു. വരിവരിയായി വരമ്പിന് മീതെ തെങ്ങുകൾ നിൽക്കുന്ന കാഴ്ചകളാണിത്. ഇവയ്ക്ക് എതിർവശത്തായി കുറച്ചു നെൽകൃഷിയൊക്കെ കാണാം. ഞാറ് വളർന്നു വരുന്നതേയുള്ളൂ. പച്ച പുതച്ചു നിൽക്കുന്ന വയലും വരമ്പിലായി തെങ്ങുകളും. പിന്നെ കൃഷിയിടത്തിലേക്ക് ആവശ്യമായി നിർമ്മിച്ച ഒരു കിണറും കാണാം. അല്പം മുന്നോട്ടേക്ക് വന്നാൽ കനാലിന് അപ്പുറത്തായി വാഴത്തോട്ടവും ഒരു വീടുമൊക്കെ നിൽക്കുന്നത് കാണാം. കനാലിന് കുറുകെയുള്ള പാലം കടന്നു വേണം അവിടേക്കെത്താൻ. പാലത്തിനടുത്തേക്ക് പതിയെ നടന്നു നീങ്ങി. പാലത്തിന്റെ കൈവരിക്കും മറ്റും വെള്ള നിറമാണ് നൽകിയിരിക്കുന്നത്. മുള കൊണ്ട് നിർമ്മിച്ച ഗേറ്റാണ് ഉപയോഗിക്കുന്നത്. കനാലിലെ വെള്ളം ഒഴുകുന്നത് കാണാം. അകത്തുള്ള കൃഷിത്തോട്ടമാണ് ഈ കാണുന്നത്. അവിടെ നിന്നും അല്പദൂരം മുന്നോട്ട് വന്നാൽ കനാലും ഒരു മരവും കരിമ്പനയും നെൽപ്പാടവുമൊക്കെയുള്ള ഒരു പ്രദേശം കാണാം. അതിനിടയിൽ ഇവിടെ നിന്നും കൂട്ടായി 3 കൂട്ടുകാരെ കിട്ടി. ഇവിടുത്തെ തൊട്ടിപ്പാലം അന്വേഷിച്ച് നടക്കുകയായിരുന്നു.
അങ്ങനെ ഈ മനോഹരമായ സ്ഥലത്ത് വന്ന് അവർ ഫോട്ടോയൊക്കെ എടുത്ത് എൻജോയ് ചെയ്തു. 40 കിലോമീറ്ററോളം ദൂരെ നിന്നാണ് അവരുടെ വരവ്. ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ 4 പേരും അടുത്ത സ്ഥലം തേടി യാത്ര തുടർന്നു. അവർ 3 പേരും ഒരുമിച്ചാണ് വന്നത്. അതിലൊരാൾ സഞ്ജയ് എൻ്റെ ബൈക്കിൻ്റെ പുറകിലും കയറി. കനാലിൻ്റെയും വയലിൻ്റെയും മധ്യത്തിലൂടെയുള്ള മൺപാതയിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. സമയം ഏകദേശം ഉച്ചയാവാറായിട്ടുണ്ട്. വഴി വിജനമായി കിടക്കുകയാണ്. ഞങ്ങളല്ലാതെ മറ്റാരും തന്നെ ഈ സമയത്ത് ഇതുവഴി വരുന്നില്ല. ഇരുവശങ്ങളിലുമുള്ള ചെറുതും വലുതുമായിട്ടുള്ള കരിമ്പനകൾക്കുള്ളിലൂടെ മുന്നോട്ട് പോയി. പോകുന്ന വഴിയുടെ ഇടയ്ക്ക് വെച്ച് ഒരു കോവിൽ കണ്ടു. അവിടെ ഇറങ്ങി. അവിടുത്തെ കാഴ്ചകളാണിത്. ഇവിടുത്തെ കർഷകരുടെ ആരാധനാമൂർത്തികളാവാം. പരിസരത്തെങ്ങും തന്നെ ആൾതാമസമുള്ള വീടുകൾ തീരെ ഇല്ലാത്തൊരു പ്രദേശമാണിത്. കൂടെ വന്നവരുടെ പ്രധാന സ്പോട്ടെത്തി, തൊട്ടിപ്പാലം. ഇവിടെ ചാടി കുളിക്കാനാണ് സഞ്ജയും കൂട്ടുകാരും 40 കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ച് ഈ പ്രദേശത്തേക്ക് എത്തിയത്. ഈ പ്രദേശത്ത് പ്രത്യേകം ഭിത്തിയൊക്കെ കെട്ടി സുരക്ഷിതമാക്കിയിട്ടുണ്ട്. കുറച്ചുകൂടെ മുൻപിൽ ഒരു ചെക്ക് ഡാം പോലെ വെള്ളം ഒഴുക്കി വിടാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങളെ കൂടാതെ വേറെയും ആളുകൾ കുളിക്കാനും മറ്റുമായി എത്തിയിട്ടുണ്ട്. സഞ്ജയും കൂട്ടുകാരും ചാടി കുളിച്ച് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ട്. ഇവിടെ ചാടിയാൽ കുറച്ചപ്പുറത്ത് പോയിട്ടാണ് നിൽക്കാൻ പറ്റുന്നത്. കനാലിൻ്റെ ഇരുവശങ്ങളിലും കൃഷിയിടങ്ങളാണ്. വാഴയും തെങ്ങും അതുപോലെ വിത്തിറക്കാൻ തയ്യാറാക്കിയ നിലങ്ങളുമൊക്കെ കാണാം. കൃഷിയിടങ്ങളിലേക്ക് ആവശ്യമായ വെള്ളം നൽകിക്കൊണ്ട് ഈ കനാലങ്ങിനെ ഒത്തിരി ദൂരം പോയിക്കൊണ്ടേയിരിക്കും. കനാലിൻ്റെ വശത്തുകൂടെ കാളകളെയും കൊണ്ട് ഒരു ചേട്ടൻ പോകുന്നത് കാണാം. മണ്ണിട്ട വഴി കഴിഞ്ഞ് വീതി കുറഞ്ഞ ടാറിട്ട വഴിയിലൂടെയായി യാത്ര. വഴിയരികിലെ കൃഷിയിടം കണ്ട് ഇറങ്ങിയതാണ്. റോഡരികിലെ വീടിനോട് ചേർന്ന് ചോളം അതുപോലെ മുളക് കൃഷിയൊക്കെ കാണാം. മുളക് ചെടിയിലെ ചുവന്ന മുളകും തൊട്ടപ്പുറത്ത് ചോള കൃഷിയും കാണാം. വീട്ടുമുറ്റത്ത് വെയിലത്ത് വെച്ചിരിക്കുന്ന മുളകാണിത്. വീടിന് വെളിയിലായി ഒരു പ്രായമായ ചേച്ചിയും ചേട്ടനും ഇരിപ്പുണ്ട്. പിന്നെയുള്ളത് ചോളമാണ്. വരമ്പിനോട് ചേർന്ന് നിരനിരയായി നിൽക്കുന്ന തെങ്ങുകളും കാണാം. തൊട്ടപ്പുറത്ത് കൃഷിയിടത്തിലേക്ക് ജലസേചനം നടത്തുന്നതിനാവശ്യമായ പൈപ്പ് ലൈനുകളൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണിത്. വയലിലേക്ക് നോക്കിയാൽ കർഷകരായ സ്ത്രീകൾ നെൽപ്പാടത്തിലെ ജോലികളൊക്കെ ചെയ്യുന്നത് കാണാം. വെയിലും മഴയും ഒന്നും വകവെക്കാതെയുള്ള പണിയിലാണവർ. വയലിലേക്ക് ആവശ്യമായ വളങ്ങളും മറ്റും കൊണ്ടുപോകുന്നവരും വയലിന് നടുവിലായി ഒരു ഓട് മേഞ്ഞ ഷെഡും കാണാം. പിന്നെ നമ്മുടെ കണ്ണിൽ തീരെ പെടാത്തൊരു സാധനമാണിത്. ഡ്രോൺ ഉപയോഗിച്ച് നെല്ലിലേക്കുള്ള മരുന്നടിക്കുന്നത്. അങ്ങനെ അതും കാണാനിടയായി. കൊയ്യാനും മെതിക്കാനും ഞാറ് നടാനുമൊക്കെ മെഷീനുകൾ സജീവമായ ഇക്കാലത്ത് മരുന്നടിക്കാനുള്ള സംവിധാനങ്ങളും നിലവിലുണ്ട്. ഈ പ്രദേശത്ത് കൂടുതലായും നെൽകൃഷിയും വാഴകൃഷിയുമാണ്. വയൽ പ്രദേശത്തെ കാഴ്ചകൾ കണ്ട് പിന്നെയും മുന്നോട്ട് പോയി. എത്തിച്ചേർന്നത് കൊടുവേരി ഡാമിനടുത്താണ്. കരിങ്കൽ കൊണ്ട് പടുത്തുയർത്തിയ ഒത്തിരി പഴക്കമുള്ള ഡാം. AD 1125 ഇത് നിർമ്മിച്ചത്. 3 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയായി. ഇപ്പോൾ വെള്ളം നന്നേ കുറവാണ്. കുറച്ചുപേർ കെട്ടിന് താഴെ ഇരിപ്പുണ്ട്. മുകളിൽ നിന്നും വരുന്ന വെള്ളത്തിൽ അവരെങ്ങനെ സംസാരിച്ചിരിപ്പാണ്. ഇപ്പോൾ ഡാമിനകത്തേക്ക് പ്രവേശിക്കേണ്ട സമയം കഴിഞ്ഞതിനാൽ കുട്ടവഞ്ചികളൊക്കെ വിശ്രമത്തിലാണ്. സീസൺ സമയങ്ങളിൽ നല്ല തിരക്കായിരിക്കും. അധികവും ഭക്തജനങ്ങളാവാം.
ഇതിനടുത്തായി ഒരു ക്ഷേത്രവുമുണ്ട്. യാത്ര ചെയ്യുന്ന വഴികളെല്ലാം കൃഷിയുമായി ബന്ധപ്പെട്ട ജീവിതങ്ങളാണ് അധികവും കാണാൻ സാധിക്കുന്നത്. വാഴ, ചോളം, കരിമ്പ്, നെല്ല്, പച്ചക്കറി, പൂക്കൃഷി, അങ്ങനെ പല ഇനം കൃഷികൾ ഇവിടെയുണ്ട്. പൊള്ളാച്ചിയിൽ തെങ്ങിൻ തോട്ടങ്ങളാണെങ്കിൽ ഇവിടെ വാഴയാണ് കൂടുതലായി കൃഷി ചെയ്യുന്നത്. കൂടുതലും കേരളത്തിലേക്ക് തന്നെയാണ് എത്തിക്കുന്നതും. മാത്രമല്ല UAE അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കുന്നുണ്ട്. കൃഷിപ്പാടങ്ങൾക്ക് ഇടയ്ക്ക് ചെറിയൊരു ഗ്രാമം, 10-20 വീട് കാണും. വലുതും ചെറുതുമായിട്ടുള്ള തമിഴ്നാടിൻ്റെ പരമ്പരാഗത ശൈലിയിലുള്ള വീടുകളും മറ്റുമുള്ള ഗ്രാമത്തിനകത്തുകൂടെയാണ് പോകുന്നത്. അവിടെ നിന്നും വീണ്ടും കൃഷിയിടത്തിലേക്ക്. ഇത്തവണ പൂകൃഷിയാണ്. പൂകൃഷി ചെയ്യുന്ന പാടത്തെത്തി. മഞ്ഞയും ഓറഞ്ചും കളറിലാണ് ചെണ്ടുമല്ലി പൂക്കളുള്ളത്. പൂന്തോട്ടത്തിന് ചുറ്റുമായി ധാരാളം വാഴകൃഷികളാണ് കാണുന്നത്. ഇവിടുത്തെ പൂക്കളെല്ലാം പോകുന്നത് നമ്മുടെ നാട്ടിലേക്ക് തന്നെയാണ്. അപ്പുറത്തെ കൃഷി കാണാൻ വരമ്പിലൂടെ മുന്നോട്ട് നടന്നു. നിലവിലുള്ളത് വലിപ്പം കുറഞ്ഞ പൂക്കളാണ്. വിളവായതെല്ലാം പറിച്ചെടുത്ത് കൊണ്ടുപോകും. കൊടുവേരി ചെക്ക് ഡാമിലെ വെള്ളമാണ് ഇവിടങ്ങളിൽ ജലസേചനത്തിനായി ഉപയോഗിക്കുന്നത്. പൂകൃഷിക്ക് അരികിലായി ചോളം കൃഷിയും വാഴത്തോട്ടവും കാണാം. അങ്ങനെ ഒരു കൃഷി കഴിഞ്ഞ് മറ്റൊരു കൃഷി, അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കൃഷി ഇനങ്ങളാൽ സമ്പന്നമാണ് ഈ ഗ്രാമം. പറിച്ചെടുത്ത പൂക്കളെല്ലാം വാഴത്തോട്ടത്തിൽ കൂട്ടിയിട്ടിരിക്കുകയാണിത്. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലും ഇത്തരം പൂകൃഷികളെല്ലാം സജീവമായിട്ടുണ്ട്. എന്നാൽ ഇതിനാവശ്യമായ ജലലഭ്യത എത്രത്തോളം ഉണ്ടെന്നതാണ് പ്രധാന പ്രശ്നം. ചെണ്ടുമല്ലി കൃഷിക്ക് സമീപത്തായി ചുവന്ന പൂക്കളുള്ള ഒരു തോട്ടമാണിത്. എന്താണെന്ന് മനസ്സിലായില്ല. ചോദിക്കാനായി ചെന്നപ്പോഴേക്കും പൂക്കളുമായി ചേട്ടൻ പോയി. പച്ചപ്പ് നിറഞ്ഞ വയലിന് നടുവിലൂടെയുള്ള പാതയിലൂടെ പോകുന്ന വാഹനങ്ങളൊക്കെ നോക്കി നിൽക്കാൻ തന്നെ നല്ല ഭംഗിയാണ്. സമീപത്തായി ഒരു മൈതാനം പോലെ തോന്നിക്കുന്ന സ്ഥലം. അതിനടുത്തായി ചെറിയൊരു കുടിലും. കൃഷിയിടം തന്നെയാണിത്. അടുത്ത കൃഷിക്കായി നിലം തയ്യാറാക്കി ഇട്ടിരിക്കുന്നതാണ്. ജോലിക്കായി വരുമ്പോൾ വിശ്രമിക്കാനും കൃഷിക്ക് ആവശ്യമായ സാധനങ്ങൾ സൂക്ഷിക്കാനുമാണ് ഇത്തരം ഷെഡുകളും മറ്റും നിർമ്മിക്കുന്നത്. അതിരാവിലെ വീട് പൂട്ടി കൃഷിയിടങ്ങളിൽ വന്നാൽ വൈകുന്നേരം വരെ ഇവിടെ തന്നെയാണ് ഇവരുടെ ജീവിതം. ചെറിയ രീതിയിലുള്ള വരുമാനവുമായി അവരങ്ങനെ ജീവിച്ചു പോകുന്നു. മെയിൻ റോഡിൽ നിന്നും ഒരു വലിയ മരത്തിന് സമീപത്തുകൂടെയുള്ള ദൂരെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു മരം ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങി. ഡാമിലെ വെള്ളമാണ് ഈ പ്രദേശത്തെ മുഴുവൻ കൃഷിയിടങ്ങൾക്കും ജലം ലഭ്യമാക്കുന്നതും സമീപത്തെ പച്ചപ്പ് നിലനിർത്തുന്നതും. കനാലിന് സമീപത്തായി ഒരു ചെറിയ കോവിൽ കാണാം. കനത്ത വേനലിൽ ഡാമിലെ വെള്ളം ആദ്യമായി തുറന്നുവിടുമ്പോൾ സമീപത്തുള്ള കോവിലുകളിൽ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടായിരിക്കും ഒഴുകി വരുന്ന വെള്ളത്തിനെ കർഷകരായ നാട്ടുകാർ സ്വീകരിക്കുന്നത്. കണ്ണെത്താ ദൂരം പരന്നുകിടക്കുന്ന കൃഷിപ്പാടങ്ങൾക്ക് മധ്യത്തിൽ ഒറ്റപ്പെട്ട മരം ചില ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്. കനത്ത വെയിലിൽ ജോലി ചെയ്യുമ്പോൾ അല്പസമയം വിശ്രമിക്കാൻ ആ മരം തരുന്ന തണലിന്റെ ആശ്വാസം ചെറുതൊന്നുമല്ല. അങ്ങിങ്ങായി കരിമ്പനകൾ. അതിരിട്ട മൺപാതയിലൂടെ മുന്നോട്ട് നീങ്ങി. പൊള്ളാച്ചി ഭാഗങ്ങളിൽ കൂടുതലായും തെങ്ങിൻ തോപ്പുകളും പച്ചക്കറി കൃഷികളുമാണെങ്കിൽ ഇവിടെ കൂടുതൽ ഭാഗവും നെൽകൃഷി തന്നെ, അതുപോലെ വാഴകൃഷിയും. മൺപാതയിലൂടെ വന്നെത്തിയത് ഇതുപോലെ ഒരു സ്ഥലത്താണ്. ചെറിയ ഒരു കോവിലും എതിർവശത്തായി എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചഭംഗി നൽകിക്കൊണ്ട് മനോഹരമായ പാടശേഖരം. പാടത്തിന്റെ നടുവിലായി മനോഹരമായ ഒരു ആൽമരവും. ദൂരേക്ക് നോക്കുമ്പോൾ കാണാം ഒരു നിഴല് പോലെ പശ്ചിമഘട്ട മലനിരകൾ. നേരെ മരത്തിന്റെ അടുത്തേക്ക് നടന്നു. മരത്തിന് താഴെയായി കുറച്ചു വട്ടികൾ ഇരിപ്പുണ്ട്.
പാടത്ത് പണിക്ക് വന്നവരുടേതാകാം. അതുപോലെ ഒരു ചേട്ടൻ സ്കൂട്ടറിൽ വയലിലേക്ക് പോകുന്നതും കാണാം. അവിടെ നിന്നും അല്പദൂരം സഞ്ചരിച്ച് ഒരു കവുങ്ങിൻ തോട്ടത്തിലാണ് എത്തിയത്. തമിഴ്നാട്ടിൽ അടക്ക കൃഷിയുള്ളത് അത്ര സുലഭമായി മുൻപ് കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിലെ കവുങ്ങിനെ വെച്ച് നോക്കുമ്പോൾ താരതമ്യേന ഉയരം കുറവാണ്. എങ്കിലും ചിലതിൽ പൂക്കുലയൊക്കെ കാണാം. മാത്രമല്ല ഇതുവഴി നടക്കുമ്പോൾ തന്നെ നല്ല തണുപ്പും ഫീൽ ചെയ്യുന്നുണ്ട്. സമീപത്തെ കനാലിലൂടെ നല്ല രീതിയിൽ തന്നെ വെള്ളം ഒഴുകി വരുന്നുണ്ട്. ഇതും ഡാമിൽ നിന്നും കൃഷിക്ക് വേണ്ടി ഒഴുക്കിവിടുന്നതാണ്. റോഡിൽ നിന്നും കനാലിന് കുറുകയായി നെൽപ്പാടത്തിലേക്കൊരു പാലവും കാണാം. യാത്ര വീണ്ടും ഇരുവശങ്ങളിലെയും മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ള റോഡിലൂടെ പോയിക്കൊണ്ടേയിരുന്നു. ഗോപിച്ചെട്ടിപ്പാളയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് മെയിൻ റോഡുകളെല്ലാം തന്നെ വയലിന് നടുവിലൂടെയാണ്. ആൽത്തറ പോലെ കെട്ടിയുണ്ടാക്കിയ ഒരു തണൽ മരത്തിന് സമീപത്തായി വണ്ടി നിർത്തി. രണ്ടുപേരവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. സമീപത്തായി ഓലമേഞ്ഞ ഒരു ഷെഡും ഇവരുടെ ആരാധനാമൂർത്തികളൊക്കെ ഉണ്ടിവിടെ. റോഡിനപ്പുറത്തായി വാഴകൃഷി കാണാം. അങ്ങനെ പോകാൻ നിൽക്കുമ്പോൾ മറ്റൊരു ചേട്ടനെ കണ്ടുമുട്ടി. ഞാൻ കേരളത്തിൽ നിന്നാണെന്നും നിങ്ങളുടെ ഗ്രാമത്തിൻ്റെയും കൃഷിയിടങ്ങളുടെയും വീഡിയോ എടുക്കാൻ വന്നതാണെന്നും പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അങ്ങനെ പുള്ളിയുടെ വണ്ടിയുടെ പുറകെ വെച്ചുപിടിച്ചു. പോകുന്ന വഴിയിൽ ചായക്കടയിൽ കയറി ചായയും കുടിച്ചു. അങ്ങനെ അവരുടെ ഗ്രാമത്തിലെത്തി. വീടുകൾ തുടങ്ങുന്നതിന് മുൻപായി ഒരു കോവിലാണ് ആദ്യ കാഴ്ചയിൽ തന്നെ വരുന്നത്. ചെറുതും വലുതുമായ നിരവധി വീടുകളുള്ള ഒരു സ്ഥലം. പരിസരം നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ചു പോരുന്നു. എവിടെയും ചപ്പ് ചവറുകളുടെ കൂനകളൊന്നും കാണുന്നില്ല. ഇടുങ്ങിയ വഴികളാണ്. ഒരതിഥിയെ സ്വീകരിച്ച മട്ടിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട് ലക്ഷ്യമാക്കി പുറകിൽ നടന്നു. ഇന്ന് ലീവായതുകൊണ്ടാണ് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയതെന്നും അല്ലെങ്കിൽ തോട്ടത്തിൽ പണിക്ക് പോയിട്ടുണ്ടാവുമെന്നും ഇടയ്ക്ക് പറഞ്ഞു. 2 ആൺകുട്ടികളാണ് ചേട്ടനുള്ളത്. കോളേജിൽ പഠിക്കുകയാണ്. ഭാര്യ പണിക്ക് പോയിരിക്കുകയാണെന്നും വൈകുന്നേരമേ തിരിച്ചു വരികയുള്ളൂ എന്നും പറഞ്ഞു. സംസാരിക്കുന്നതിനിടയ്ക്ക് വീടെത്തി. ചെറിയൊരു വീട്. കസേര എടുത്ത് ഇരിക്കാൻ പറഞ്ഞു. അല്പനേരം അദ്ദേഹത്തിനോട് സംസാരിച്ചിരുന്നു. വീടിന്റെ മുൻവശത്ത് ഓല മേഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അകത്ത് ചൂട് വളരെ കുറവാണ്. പച്ചയും വയലറ്റും നിറങ്ങൾ കൊടുത്ത് ഭിത്തിയൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട്. താഴെ തറയിൽ ചോളം ഇരിപ്പുണ്ട്. അങ്ങനെ സമയക്കുറവുണ്ട്, ഇനിയും നിരവധി സ്ഥലങ്ങളിൽ പോകാനുണ്ടെന്നും പറഞ്ഞ് യാത്ര പറഞ്ഞിറങ്ങി. തിരിച്ചു പോകുന്ന വഴിയിൽ ഇവരുടെ വീടിനടുത്തായി മറ്റൊരു കോവിലും വീടുകളും കാണാനിടയായി. ചേട്ടൻ എന്നെ യാത്രയാക്കാനായി കൂടെയുണ്ട്. അധിക വീടുകളും അടഞ്ഞുകിടക്കുകയാണ്. അവരൊക്കെ കൃഷിയിടത്തിൽ ജോലിക്ക് പോയിരിക്കുകയാണ്. ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് ചേട്ടനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇടുങ്ങിയ വഴിയിലൂടെ മെയിൻ റോഡ് ലക്ഷ്യമാക്കി നീങ്ങി. പല വഴികളും ഗൂഗിൾ മാപ്പ് ട്രാക്ക് ചെയ്താണ് പോകുന്നത്. എങ്കിലും വഴി തെറ്റാതെ നോക്കുകയും വേണം. ഇടയ്ക്ക് ചെറിയൊരു റോഡിലേക്ക് എത്തിയെങ്കിലും എനിക്ക് പോകേണ്ടത് എതിർദിശയിലായതുകൊണ്ടും വീണ്ടും വീടുകൾക്ക് മധ്യത്തിലൂടെ ബൈക്ക് ഓടിച്ചു. ഒട്ടുമിക്ക വീടുകളും ചായം പൂശി വൃത്തിയായി പരിപാലിച്ചു പോരുന്നു. വഴിയിലൊന്നും തന്നെ മാലിന്യങ്ങൾ തീരെയില്ലതാനും. ഞാൻ യാത്ര തുടങ്ങിയത് മുതൽ ശ്രദ്ധിച്ചത് മിക്ക ഗ്രാമങ്ങളും കവലകളും റോഡുകളും വിജനമാണ്. അതിനൊരു കാരണം നാട്ടുകാരിൽ നല്ലൊരു ശതമാനം ആളുകളും കൃഷിയിടങ്ങളിലായിരിക്കും. അവരെല്ലാം വൈകുന്നേരമാവും തിരിച്ചു വരാൻ.
ഈ കാണുന്ന നിരത്തുകളും കവലകളുമൊക്കെ അല്പം ആൾത്തിരക്കാവുകയും ചെയ്യും. എങ്കിലും താരതമ്യേന അത്ര ജനത്തിരക്കുള്ള ഗ്രാമങ്ങളൊന്നുമല്ല. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒട്ടേറെ വീടുകളുള്ള ഇതുപോലെയുള്ള കോളനികളിൽ കൂടി ബൈക്കിൽ യാത്ര ചെയ്യാൻ തന്നെ നല്ല രസമാണ്. ചുവരുകൾ തമ്മിൽ ചേർന്നുള്ള വീടുകളാണ് കൂടുതലും. ഓരോ വീടും ഓരോ ഡിസൈനിലാവും, പല നിറത്തിലാവും. അതിർത്തി തർക്കങ്ങളോ വഴിത്തർക്കങ്ങൾക്കോ സാധ്യത തീരെയില്ലാത്ത കോളനികളാണ് ഇവ. വഴി നേരെ ഒരു ചെറിയ മെയിൻ റോഡിലെത്തി. വീണ്ടും ചെറിയ നാട്ടിൻപുറങ്ങളും കവലകളും പിന്നിട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഗൂഗിളിൽ തപ്പിയപ്പോൾ ഇവിടെ ഒരു ഡാമുള്ളതായി കണ്ടു. താരതമ്യേന ചെറിയ ഡാമാണ്. നമ്മൾ നിൽക്കുന്ന പ്രദേശങ്ങളിലെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നത് ഇത്തരം ഡാമിൽ നിന്ന് കനാൽ വഴിയാണല്ലോ. ഇവിടെ തൊട്ടടുത്തായ സ്ഥിതിക്ക് ഒന്ന് കാണാം എന്ന് വിചാരിച്ചു. ഇവിടുത്തെ ചില പ്രദേശങ്ങൾ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ വേനലിലെ അവസ്ഥയാണ്. ഡാമുകളൊന്നും ഇല്ലെങ്കിൽ ഇവിടെ എന്താകും? പച്ചപ്പുള്ള കാഴ്ചകൾക്ക് ഇടയിലായി കുറച്ചു ഡ്രൈ ഏരിയയിലെ കാഴ്ചകളും കാണാം. ഈ ഗ്രാമത്തിലൂടെ യാത്ര പോകുന്തോറും പച്ചപ്പ് കുറഞ്ഞ് വരണ്ട പ്രദേശം കൂടുതലായി കണ്ടു തുടങ്ങി. എങ്കിലും ഒരു മരുപ്പച്ച പോലെ പല ഭാഗത്തും കൃഷികളുണ്ട്. ഗുണ്ടേരി പള്ളം ഡാമിലെ വെള്ളമാണ് ഇവിടെയും ജലസേചനത്തിനായി ഉപയോഗിക്കുന്നത്. തെങ്ങ് കൃഷികൾ അത്രയില്ലെങ്കിലും പാതയോരങ്ങളിലൊക്കെ ധാരാളം തെങ്ങുകൾ വളർന്നു നിൽക്കുന്നത് കാണാം. യാത്ര മുന്നോട്ട് പോകുന്തോറും പശ്ചിമഘട്ട മലനിരകൾ കൂടി കാഴ്ചയിലേക്ക് അടുത്തു വരുന്നു. ഇവിടുത്തെ വരണ്ട ഭൂപ്രകൃതി കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഗുണ്ടേരി ഡാമിലെ വെള്ളം കൃഷിക്കായി എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്നത്. നമ്മൾ പൊള്ളാച്ചി ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ വരണ്ട പ്രദേശങ്ങൾ അത്ര കാണാറില്ല. മാത്രമല്ല ധാരാളം തെങ്ങിൻ തോപ്പുകളും അവിടെയുണ്ടല്ലോ. അങ്ങനെ ഗുണ്ടേരി പള്ളം അണക്കെട്ടിന്റെ സമീപത്തെത്തി. നേരെ ഡാമിന്റെ ക്യാച്ച്മെന്റ് ഏരിയയിലേക്ക് വന്നു. റിസർവോയറിൽ വെള്ളം വളരെ കുറവാണ്. മൺസൂൺ ടൈമിൽ ഇവിടെയാകെ നല്ല പച്ചപ്പായിരിക്കുമെന്നും ഡാം സെക്യൂരിറ്റി ജീവനക്കാരൻ പറഞ്ഞു. ഇത് അത്ര പ്രശസ്തമായ ടൂറിസ്റ്റ് സ്പോട്ടൊന്നുമല്ല. പിന്നെ ഇങ്ങോട്ടുള്ള വഴിയിലെ കൃഷിയിടങ്ങളിലേക്ക് ജലസേചനത്തിനായി ഈ ഡാമിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഡാമിന്റെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് വന്നു. ഡാമിന്റെ റിസർവോയർ ഭാഗത്തായി കുറച്ചുപേർ നിൽപ്പുണ്ട്. അവർ വന്ന വാഹനങ്ങളാണ് ഈ കാണുന്നത്. ഇരുവശങ്ങളിലും വാഴത്തോട്ടമുള്ള ഒരു പ്രദേശം കണ്ടു. അവിടേക്കുള്ള വഴിയിൽ ഒരു ട്രാക്ടർ തെങ്ങിൻ ചുവട്ടിലായി നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. തോട്ടത്തിന്റെ പുറകിലായി മലനിരകളുടെ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. ഗുണ്ടേരി പള്ളം ഡാമിന്റെയും കൃഷിയിടങ്ങളുടെയും കാഴ്ചകൾ കണ്ട് വിജനമായ പാതയിലൂടെ വീണ്ടും കാഴ്ചകൾ തേടി പോയിക്കൊണ്ടേയിരുന്നു. ഇരുവശങ്ങളിലെയും വീടുകൾക്കൊക്കെ ഒരേ നിറമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. മുൻപോട്ടുള്ള കാഴ്ചയിൽ ചെറിയൊരു മല കാണാം. അത് ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങി. മുകളിൽ ഒരു കോവിലാണ്. സമീപത്തായി ആരും തന്നെ കാണാനില്ല. മുകളിലെത്തിയാൽ താഴെയുള്ള കാഴ്ച പൂർണ്ണമായി കാണാൻ പറ്റുമെന്ന് തീർച്ചയാണ്. എന്നാൽ മല കയറാം എന്ന് വെച്ചു. മലമുകളിലെ കാഴ്ചയാണിത്. പല സ്ഥലങ്ങളും ഡ്രൈ ആയി കിടക്കുകയാണ്. ചിലയിടത്ത് പച്ചപ്പും കാണാനുണ്ട്. എന്നാൽ അത്ര ഭംഗിയുള്ള കാഴ്ചകളല്ല മുകളിൽ നിന്നും കാണാൻ കഴിഞ്ഞത്. ഈ ഗേറ്റിനപ്പുറത്ത് കാണുന്നതാണ് കോവില്. അങ്ങനെ പതിയെ കാഴ്ചകൾ കണ്ട് താഴെ ഇറങ്ങി. കോവിലിന്റെ മുകളിൽ നിന്നും താഴേക്കിറങ്ങി. സാമാന്യം ഭേദപ്പെട്ട വെയിലായിരുന്നു. അങ്ങനെ ഒരു പുഴയുടെ മുകളിലൂടെയായി യാത്ര. ഇരുമ്പിന്റെ കൈവരികളാണ് പാലത്തിന്. പാലത്തിൽ നിന്നും നേരെ പുഴയിലേക്കായി ബൈക്ക് തിരിച്ചു. നല്ല വെയിലായതുകൊണ്ട് തന്നെ കുറച്ചു വെള്ളം അത്യാവശ്യമായിരുന്നു. റോഡിന്റെ വശങ്ങളിലായി ഒത്തിരി വീടുകളൊക്കെ ഉള്ള ഒരു ഗ്രാമീണ പാതയിലൂടെ പുഴ ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങി. ദൂരേക്ക് നോക്കുമ്പോൾ പാലത്തിന്റെ തൂണുകളൊക്കെ കാണാം. വഴി നേരെ പാലത്തിനടിയിലൂടെ പുഴക്കരയിലേക്ക്.
റോഡിൽ നിന്നും നടന്നിറങ്ങാനുള്ള പടവുകളൊക്കെ കാണാം. ഇതാണ് പുഴയിലെ കാഴ്ചകൾ. ഞാൻ നിൽക്കുന്നതിൻ്റെ എതിർവശത്തായി ഒരു കോവിലുണ്ട്. കോവിലുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾക്ക് വേണ്ടിയാവാം ആരാധനാമൂർത്തികളൊക്കെ പുഴയിൽ വെച്ചിട്ടുള്ളത്. ഈ കാണുന്നതാണ് ഞാൻ വന്ന പാലം. പുഴയിൽ അത്യാവശ്യം വെള്ളമുള്ള സമയമാണിപ്പോൾ. ഇനി ഞാൻ പോകുന്നത് ഈറോഡ് ജില്ലയിലെ തന്നെ കാർപ്പറ്റ് സിറ്റി എന്നറിയപ്പെടുന്ന ഭവാനിയിലേക്കാണ്. കാവേരി നദിയുടെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ചെറിയ ഒരു പട്ടണം. ഈ റോഡ് നഗരത്തിൽ നിന്നും 15 കിലോമീറ്റർ ദൂരമുണ്ട്. നെയ്ത്ത് വ്യവസായത്തിന് പേരുകേട്ട സ്ഥലമാണിവിടം. പ്രത്യേകിച്ച് പരമ്പരാഗതമായി നിർമ്മിച്ചു വരുന്ന വ്യത്യസ്ത വർണ്ണത്തിലുള്ള കാർപ്പറ്റുകൾ. ഗോപിചെട്ടിപ്പാളയത്തു നിന്നും ഭവാനി എന്ന സ്ഥലം ലക്ഷ്യമാക്കി പോയിക്കൊണ്ടേയിരുന്നു. റോഡിനിരുവശവും കനാലും പാടങ്ങളുമായി ഒരുപാട് റോഡുകളുണ്ടിവിടെ. വഴിയരികിലെ കടയിൽ കയറി തണ്ണിമത്തൻ ജ്യൂസും കുടിച്ച് അല്പസമയം ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു നിന്നു. ഇതിലെ വാഹനങ്ങൾ വരുന്നതും പോകുന്നതും കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ദൂരെ നിന്നും ഒരു കാളവണ്ടി വരുന്നുണ്ട്. തമിഴ്നാട്ടിലേക്ക് വന്നാൽ കാളവണ്ടികൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി എന്ന് തോന്നിപ്പോകും. കനത്ത വെയിലിൽ വണ്ടി വലിച്ചു കൊണ്ടുപോകുന്ന കാളകളെ കാണുമ്പോൾ വിഷമം തോന്നും. അങ്ങനെ ഭവാനിയിലെത്തി. താഴെ കാവേരി നദിയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ചിതറിക്കിടക്കുന്നത് പോലെ ചെറിയ പാറക്കെട്ടുകൾ അങ്ങിങ്ങായി കാണാം. പാലം കടന്ന് നെയ്ത്തുശാലകൾ കൂടുതലുള്ള പ്രദേശത്തെത്തി. പക്ഷേ ഒരു ചെറിയ തടസ്സം. കാർപ്പറ്റ് ഉണ്ടാക്കുന്ന പ്രദേശത്ത് പോയപ്പോൾ അവരുടെ ഉടമസ്ഥരോട് അനുമതി വാങ്ങിക്കണമെന്നും പറഞ്ഞു. എനിക്കാണെങ്കിൽ ഒരുപാട് ദൂരം ഇനിയും സഞ്ചരിക്കാനുള്ളത് കൊണ്ട് അവർ വരുന്നതുവരെ കാത്തു നിൽക്കാനുള്ള സമയവുമില്ല. എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് ഒരു ചേട്ടനുമായി പരിചയപ്പെട്ടത്. അദ്ദേഹം നെയ്ത്തുശാലയിലേക്ക് ക്ഷണിച്ചു. അകത്ത് നെയ്ത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഒരു കമ്പനിക്ക് വേണ്ടി ഓർഡർ പ്രകാരം തുണിത്തരങ്ങൾ നെയ്തു കൊടുക്കുകയാണ്. പല വർണ്ണത്തിലുള്ള നൂൽക്കെട്ടുകളൊക്കെ കൊളുത്തിയിട്ടിട്ടുണ്ട്. അതെല്ലാം കണ്ടുകൊണ്ട് ജോലിക്കാരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അല്പനേരം അവിടെ ചിലവഴിച്ചു. ഇപ്പോൾ ഇവർ നെയ്യുന്നത് അമ്പലങ്ങളിലേക്കും മറ്റും ആവശ്യമായ തുണിത്തരങ്ങളാണ്. നമ്മുടെ ശബരിമലയിലേക്ക് ഭക്തർ ഉടുത്തുവരുന്ന കറുപ്പ് തുണിത്തരങ്ങൾ കൂടെ ഇവിടെ നെയ്യുന്നുണ്ട്. അതാണ് ഇവർക്കുള്ള ഓർഡർ. പിന്നെ ഇവിടെ നെയ്ത്തെല്ലാം മെഷീനുകൾ ഉപയോഗിച്ചാണ്. നമ്മുടെ ചാനലിൽ തന്നെ നമ്മുടെ നാട്ടിലെ കുത്താമ്പുള്ളിയിലെ നെയ്ത്ത് ഗ്രാമത്തിലെ മെഷീനുകളില്ലാതെ പൂർണ്ണമായും കൈകൊണ്ട് നിർമ്മിക്കുന്ന കൈത്തറി ഗ്രാമത്തിലെ വീഡിയോ ചെയ്തിട്ടുണ്ട്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബ്രിട്ടീഷ് നിർമ്മിത തുണിത്തരങ്ങളിൽ നിന്നുള്ള മത്സരം മൂലം ഇന്ത്യൻ നെയ്ത്തുകാർ വളരെ പ്രയാസത്തിലാവുകയും പുതിയ തരം വസ്ത്രങ്ങൾ കണ്ടുപിടിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ഭവാനിയിലെ ജംഗമർ എന്ന നെയ്ത്തുകാരുടെ ഒരു സമൂഹം ജമക്കളം എന്ന നിറമുള്ള പരുക്കൻ നൂലുകൾ ഉപയോഗിച്ച് ഒരു തരം പുതപ്പ് നെയ്യുകയും ഇവയ്ക്ക് വൻ ജനപ്രീതി ലഭിക്കുകയും ചെയ്തതോടുകൂടി അന്ന് വരെ സ്ഥിരമായി നിർമ്മിച്ചുകൊണ്ടിരുന്ന സാരികളും തുണിത്തരങ്ങളുടെയും ഉൽപ്പാദനത്തിൽ നിന്ന് നെയ്ത്തുകാർ ജമക്കളം നിർമ്മിക്കുന്നതിലേക്ക് തിരിയുകയും ചെയ്തു. നെയ്ത്തുശാലയിലെ കാഴ്ചകൾ കണ്ട് ഭവാനിയിലെ ഒരു ചെക്ക് ഡാമിനടുത്തായി എത്തി. വെള്ളം തീരെ കുറവാണ്. തട്ടുതട്ടായി വെള്ളം വന്ന് വീഴുന്നത് കാണാം. കുറച്ചുപേർ കുളിക്കാനായി എത്തിയിട്ടുണ്ട്. സമീപത്തായി ഒരു കോവിലുമുണ്ട്. വൈകുന്നേരമായതിനാൽ ആളുകൾ ജോലി കഴിഞ്ഞ് വന്നു തുടങ്ങും. അതുകൊണ്ട് ഇവിടുത്തെ കാഴ്ചകൾ മതിയാക്കി യാത്ര തിരിച്ചു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായി. ഗോപിചെട്ടിപ്പാളയത്തെയും പരിസരങ്ങളിലെയും കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് നന്ദി. ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി. ബൈ.